എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ അമ്മയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. മാതൃത്വം എന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. ഒരു ശിശുവിന് ഭൂമിയിൽ ജനിക്കുവാൻ ഒരു സ്ത്രീയുടെ, അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ. സമൂഹത്തിന് ഒരു നല്ല വ്യക്തിയെ നൽകുന്നതിൽ അമ്മയ്ക്കുള്ള പങ്ക് സുപ്രധാനമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുണ്ട്, അമ്മയുണ്ട് എന്നത് മാറ്റമില്ലാത്ത സത്യമാണ്. എൻ്റെ അമ്മയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ അഭിവന്ദ്യ തോമസ് മാർ തിമത്യോസ് തിരുമേനിയുടെ അമ്മയാണ്. തിരുമേനി ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് തിരുമേനിയെ സ്വാഗതം ചെയ്യാം. തിരുമേനി അച്ഛനായി, അത് കഴിഞ്ഞ് ബിഷപ്പായി, ഈ നിലകളിൽ വന്നു കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ അമ്മ എത്രമാത്രം തിരുമേനിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറയാമോ? അമ്മച്ചിയുടെ സ്വാധീനം വളരെ വലുതാണ്. ഓർമ്മയായ കാലം മുതൽ തന്നെ വിവിധ അനുഭവങ്ങൾ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു മാതാവെന്ന നിലയിൽ ഉള്ള സ്വാധീനം വളരെയധികം അനുഭവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ബാല്യകാലത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന പാഴ്സനേജുകൾ, ആ പാഴ്സനേജുകളോടടുത്തുള്ള പള്ളികൾ, ഈ പാഴ്സനേജിലെ താമസം, പള്ളിയിലെ പല പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ, അതിലൊക്കെ ക്രമമായി സംബന്ധിക്കണമെന്നുള്ള നിഷ്കർഷകൾ ഒക്കെ എന്നെ രൂപപ്പെടുത്തുവാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പഠനത്തിൽ അതെത്രമാത്രം ഗൗരവമായി എടുക്കണമെന്നുള്ളതിന് മാതാവ് വളരെ ശ്രദ്ധ കാണിച്ചിരുന്നു. സൺഡേ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ക്ലാസ്സുകളിലെ പാഠങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും മനഃപ്പാഠം വാക്യങ്ങൾ നന്നായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും അത് ചൊല്ലി കേൾപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഞങ്ങൾ അമ്മച്ചിയുടെ മക്കൾ ഭവനത്തിലുള്ളവർ ഒരുമിച്ച് വേദപുസ്തകം വായിക്കുവാനും പാട്ടുകൾ പാടുവാനും അല്പസമയം ഒരു ബൈബിൾ ക്ലാസ് രൂപേണ തന്നെ സമയം ചെലവഴിക്കുവാനും ഒക്കെ നിർബന്ധിച്ചിരുന്നു. അപ്പോൾ ആ വിധത്തിലൊരു ക്രിസ്തീയ പരിപോഷണം വളരെ നിർബന്ധമായി നിഷ്കർഷയോടെ അമ്മച്ചി നൽകിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. തിരുമേനി കൂടുതലും ഗൈഡൻസ് സെൻ്ററുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഗൈഡൻസ് സെൻ്ററുകൾ ഇന്ന് സമൂഹത്തിന് ഏറ്റവും ആവശ്യമാണെന്ന് തിരുമേനി തോന്നിയത് കൊണ്ടാണോ? എന്താണ് അതിൻ്റെ പിന്നിലെ തിരുമേനിയുടെ ദർശനം? തീർച്ചയായും അങ്ങനെ തോന്നിയത് കൊണ്ട് തന്നെയാണ്. രോഗികളെ സന്ദർശിക്കുവാനായി ആശുപത്രികളൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ കണ്ടതായുള്ള കാഴ്ചകളൊക്കെയാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻറ്റേഴ്സ് പലയിടങ്ങളിൽ തുടങ്ങുവാൻ കാരണമായത്. പ്രത്യേകിച്ച് വെല്ലൂരുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റൽ, അവിടെ നാം സന്ദർശിക്കുമ്പോൾ കാണുന്നതായിട്ട് വലിയ തിക്കും തിരക്കും, ധാരാളം രോഗികൾ അവിടെ ചികിത്സയ്ക്കായിട്ട് വരുന്നു. പലപ്പോഴും വേണ്ടത്ര സഹായം അവർക്ക് ലഭിക്കുന്നില്ല, വേണ്ടത്ര നിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ല. ഒരു ഡോക്ടറെ കാണണമെങ്കിൽ തന്നെ പലരെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അസൗകര്യങ്ങളൊക്കെ രോഗികൾ, ഒന്നാമതേ അവർ രോഗികൾ, പിന്നീട് ഇങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് വരുമ്പോൾ നേരിടുന്നതായ പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളോട് ചേർന്ന് നല്ല ഗൈഡൻസ് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ രോഗികൾക്കും അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ ഇത് ആശ്വാസമാകും എന്ന് കരുതിയാണ് വെല്ലൂർ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻറ്ററും കോഴിക്കോട് ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻറ്റർ, പരിയാരം ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻറ്റർ ഇതൊക്കെ തുടങ്ങുവാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഇടയായത്. ഇപ്പോൾ തിരുവനന്തപുരം മാർത്തോമാ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെൻറ്ററിലും അതിൻ്റെ ചുമതലയൊക്കെ വഹിക്കുമ്പോൾ ധാരാളം ആളുകളെ, രോഗികൾ, ദുഃഖിതർ, ദീനിതർ, അവർക്കൊക്കെ ആശ്വാസം പകരുവാൻ ആ വിധത്തിലുള്ള സെൻറ്ററുകൾ മുഖാന്തരമാകുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ഈ അടുത്ത സമയത്ത് ആയുസിൻ്റെ ദശാംശം കർത്താവിന് വേണ്ടി ലൈഫ് ടൈപ്പ് ഫോർ ക്രൈസ്റ്റ് എന്ന പ്രസ്ഥാനത്തിന് തിരുമേനി തുടക്കമിടുകയുണ്ടായി. അതിൻ്റെ പിന്നിലുള്ള ദർശനം എന്താണ്? ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ്. ആയുസ് മുഴുവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
എന്നാൽ ഇന്ന് പലപ്പോഴും ആയുസ് മുഴുവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ പൊതുവെ ജനങ്ങൾക്ക് താല്പര്യം കുറവാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ അവരവരുടെ ആയുസ് ചെലവഴിച്ചു പോകുന്നു. എന്നാൽ ദൈവത്തിന് വേണ്ടി ആയുസ് വേർതിരിക്കുമ്പോഴാണ് ദൈവസ്നേഹം ജനങ്ങളിലേക്ക് പകരപ്പെടുവാൻ കാരണമായിത്തീരുന്നത്. ഒരു കാലത്ത് ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി വേർതിരിച്ചിരുന്ന വലിയൊരു സമൂഹം സഭയിലുണ്ടായിരുന്നു. അവരിൽ കൂടെ ധാരാളം നന്മ, ജീവകാരുണ്യ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അനുഗ്രഹമായി നടന്നു വന്നിരുന്നു. എന്നാൽ അടുത്തിടെ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പൊതുവെ താല്പര്യം ജനങ്ങളിൽ കുറഞ്ഞു വരികയാണ്. മറ്റ് ധാരാളം മുൻഗണനകൾ ജീവിതത്തിൽ വരുമ്പോൾ ആയുസ് മുഴുവൻ കർത്താവിന് വേർതിരിക്കുക എന്നുള്ളത് പ്രയാസമായി കാണുന്നു. അപ്പോൾ ആയുസ്സിൽ 1-2 വർഷമെങ്കിലും ദൈവികമായ പ്രവർത്തനങ്ങൾക്കായി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒക്കെ വേർതിരിക്കുവാനുള്ള ഒരു ചലഞ്ച് ഈ ഒരു പാക്കേജിൽ കൂടെ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുക. ഗ്രാജുവേഷൻ കഴിഞ്ഞ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വിവിധ കോഴ്സുകൾ പഠനം പൂർത്തിയാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 6-7 വർഷം കഴിയുമ്പോൾ 1 വർഷം അവധിയെടുത്ത് ഏതെങ്കിലും മിഷൻ സെൻറ്ററുകളിൽ, ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തന കേന്ദ്രങ്ങളിൽ പോയി താമസിച്ച് അവിടെ സേവനത്തിൽ കൂടെ ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ, ആ വിധത്തിലുള്ള ആഹ്വാനമാണ് ഈ അടുത്ത കാലത്തായി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണം യുവാക്കളിൽ നിന്ന് ലഭിക്കുന്നു. അടുത്തിടെ യുവാക്കളിൽ നിന്ന് മാത്രമല്ല, 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തതിന് ശേഷം ഭാര്യയും ഭർത്താവും കൂടെ ആന്ധ്രാപ്രദേശിലൊരു മിഷൻ ഫീൽഡ്, അഭ്യസ്തവിദ്യരായ നല്ല ഉദ്യോഗം ചെയ്തുകൊണ്ടിരുന്ന ഒരു ദമ്പതികൾ ആന്ധ്രാപ്രദേശിൽ ഗാജരപ്പള്ളി മിഷനിൽ 1 വർഷം അവർ പോയി താമസിക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ യുവതി യുവാക്കന്മാർക്ക് ആയുസ്സിൽ 1-2 വർഷം ഈ വിധത്തിൽ വേർതിരിക്കാൻ കഴിയും. മുതിർന്നവർക്ക് അവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ സഭയുടെ ഈ വിധത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് സമയം വേർതിരിപ്പാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിധത്തിൽ ആയുസ്സിൻ്റെ ദശാംശം കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ ലൈഫ്സ് ടൈത്ത് ഫോർ ക്രൈസ്റ്റ് എന്ന വിധത്തിൽ നമ്മളുടെ സഭാജനങ്ങളെ ആഹ്വാനം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ വേല അഭംഗരം തുടരണം. ആയുസ് മുഴുവനായി ആളുകൾ വേർതിരിക്കുന്നില്ല എങ്കിൽ അല്പസമയമെങ്കിലും ഈ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ എനിക്ക് ഉള്ള ചിന്ത, ആശയം. എൻ്റെ അമ്മ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശശുദ്ധി ഞാൻ വളരെ ഗൗരവമായി എടുക്കുന്നു. മാതാക്കളുടെ സ്വാധീനം എന്തുമാത്രം മക്കളിലുണ്ട് എന്ന് ഈ പ്രോഗ്രാമിൽ കൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഏതൊരുവൻ്റെയും ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന അമ്മമാർ അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടെയാണിന്ന്. യാതൊരു കാരണവശാലും അമ്മമാർ മാത്രമല്ല, മാതാപിതാക്കൾ അവഗണിക്കപ്പെടുവാൻ പാടില്ല. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ക്രിയാത്മകമായ നല്ല സ്വാധീനം ചെലുത്തുന്ന മാതാപിതാക്കളെ സ്നേഹിപ്പാനും കരുതുവാനും ആദരിക്കുവാനും, പ്രത്യേകിച്ച് അമ്മമാർ വേണ്ടത്ര പരിപാലിക്കപ്പെടുവാൻ, ആദരിക്കപ്പെടുവാൻ ഈ പ്രോഗ്രാം സഹായമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ അമ്മമാർ ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, അവരുടെ വാർദ്ധക്യം മാനിക്കപ്പെടണം. അതിന് ഈ പ്രോഗ്രാം സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മച്ചി, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വളരെ സന്തോഷമുള്ളൊരു മുഖമാണ്, പ്രസന്നതയോടെ ഇരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് എന്താണ് അമ്മച്ചി രഹസ്യം? ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാമോ ഈ സന്തോഷത്തിൻ്റെ രഹസ്യം? എപ്പോഴും പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കർത്താവിൻ്റെ ഉള്ളിൽ എനിക്ക് സന്തോഷം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ഉള്ളിലുണ്ട് എപ്പോഴും, അതുകൊണ്ടുള്ള സന്തോഷം. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതാണ് ആ വിശ്വാസവും ധൈര്യവും എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും എനിക്ക് സന്തോഷമുണ്ട്. അതിലും വരുന്നവരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അമ്മച്ചിക്ക് നല്ല പ്രസന്നതയാണ്, ഇത്രയും പ്രായം തോന്നത്തില്ല, അങ്ങനെ ഇങ്ങനെ. പക്ഷേ അത് എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നതാണ്, അതേ പറയാനുള്ളത്.
അമ്മച്ചി നല്ലൊരു കുക്കാണെന്ന് മക്കൾ പറയുകയുണ്ടായി. അമ്മച്ചി ഏറ്റവും കൂടുതൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? മക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകത എന്താണല്ലോ ഭക്ഷണ കാര്യത്തിൽ? പ്രത്യേകമായിട്ടൊന്നും ഇല്ല, എല്ലാവർക്കും ഉണ്ടാകുന്നത് കഴിക്കുക എന്നുള്ളതല്ല. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു നിർബന്ധവും പ്രത്യേകത ഉണ്ടായിട്ടില്ല. അമ്മച്ചി ഫുഡിൽ മക്കൾ പ്രത്യേകതയൊന്നും കാണിച്ചില്ലെന്ന് പറയുക. അമ്മച്ചിയുടെ ഫുഡ് അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു എന്നുള്ളതാണ്. എല്ലാ ഫുഡും മക്കൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകതയൊന്നും ആരും കാണിക്കുക ഒരു വിമുഖതയും കാണിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് മക്കളെ വളർത്തിക്കൊണ്ട് വരാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴാണെങ്കിൽ മിക്സിയുണ്ട്, വാഷിംഗ് മെഷീന്, അങ്ങനെ വളരെ പ്രയാസത്തിലാണ് ഞങ്ങൾ വളർന്നത്. രാവിലെ വെളുപ്പിനെ 4 മണിക്ക് എണ്ണിച്ചാൽ രാത്രി 11 മണി വരെയും അടുക്കള ജോലിയുണ്ട് എനിക്ക്. ഇടയ്ക്കൊക്കെ പിന്നെ അന്യടവേള ഇരിക്കുമ്പം ആരുടെയെങ്കിലും കൂടെ ഭവന സന്ദർശനത്തിന് പോയി അതൊക്കെ ചെയ്യുമായിരുന്നു. ഇല്ലെന്നല്ല, നല്ല അടുക്കളയിൽ നല്ലതുപോലെ പണിയെടുക്കണമായിരുന്നു. എവിടെ എനിക്ക് സഹായിക്കാൻ തക്ക ആളിനെയും ദൈവം തന്നിട്ടുണ്ട്. ഏതിടവയിൽ ചെന്നാലും അവിടെ എല്ലാം സഹായത്തിന് ആളിനെ കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ദൈവകുറയാണ് നോക്കിയിട്ട്. ഒരുത്തർക്ക് അങ്ങനെ ഇക്കാലത്ത് കിട്ടുന്നില്ല. ഇപ്പോഴാണെങ്കിൽ 1-2 മക്കളെ എല്ലാവർക്കും ഉള്ളു. അത് തന്നെ വളർത്താൻ എല്ലാവർക്കും പ്രയാസമില്ല. ഞങ്ങൾ 5 മക്കളെ വളർത്തി, യാതൊരു പ്രയാസവും ദൈവം തരുത്തിയിട്ടില്ല. അതിന് എങ്ങനെ രാവിലെ തന്നെ അവർക്ക് വേണ്ടത് എടുത്ത് കൊടുക്കും. രാവിലെ ഉച്ചയ്ക്ക് അന്നത്തെ പോലെ പിന്നെ ഫ്രിഡ്ജ് ഒന്നും ഇല്ലല്ലോ. 3 നേരവും അതാ ഞാൻ പറഞ്ഞ രാവിലെ 4 എണ്ണിച്ച 11 വരെ ജോലിയാന്ന് പറഞ്ഞത്. അതാത് നേരത്തല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ അന്ന് പറമ്പിൽ ജോലിക്ക് നിൽക്കുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം. അല്ലാതെ ആരും ചെയ്യത്തില്ല, അതും ചെയ്യണം. അമ്മച്ചി തിരുമേനിയുടെ ആഗ്രഹപ്രകാരമായിരുന്നോ അച്ഛനായത്, അതോ അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും പ്രത്യേക താല്പര്യവും കൊണ്ടാണ് ഈ പട്ടത്ത ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്? തിരുമേനിയുടെ സ്വന്തം അഭിപ്രായത്തിലാണ്. തിരുമേനിയെക്കുറിച്ച് അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നും ഇല്ലായിരുന്നു. തിരുമേനി സ്വയമായിട്ട് അച്ഛൻ പട്ടത്തൻ. അതെ, അത് ശരി. MA ഒക്കെ കഴിഞ്ഞ് മദ്രാസായി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 5 വർഷം കോളേജിൽ പഠിപ്പിച്ചു. ആ സമയത്ത് ദൈവവിളി ഉണ്ടായി പോയതാ സ്വയമേ. അപ്പം ഞങ്ങളോട് ആലോചന ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ തിയോളജിക്ക് പഠിക്കാൻ UTS കോളേജിൽ പോയത്. ചെറുപ്പത്തിലെ തന്നെ തിരുമേനി ഈ അച്ഛനാകുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത പ്രാർത്ഥനയില്ല? പണ്ടത്തെ പ്രാർത്ഥന വലിയ വിശ്വാസമായിരുന്നു. സൺഡേ സ്കൂളിൽ പോകുന്നതിനും വളരെ താല്പര്യവും വാക്യങ്ങൾ പഠിക്കുന്നതിനും ഇതാണ്. ദൈവാശ്രയത്തിൽ എന്ന് പറയുമ്പോൾ എന്നുവെച്ചാൽ വൈകിട്ട് കുഞ്ഞുങ്ങളെ കിടത്താൻ പോകുമ്പം കുഞ്ഞുങ്ങളെ ബൈബിളിലെ കഥ പറഞ്ഞു പഠിപ്പിക്കും. വാക്യങ്ങൾ ചൊല്ലി അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് ചൊല്ലിക്കും. അവരെ കൊണ്ട് പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത് ചൊല്ലിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാവരും വളർത്തിയത്. കുഞ്ഞുങ്ങളെല്ലാവരും അത് ചിട്ടയായിട്ടുള്ള ഒരു. അതെ. തിരുമേനിയായി വാഴിക്കപ്പെട്ടപ്പോൾ എന്തായിരുന്നു അമ്മച്ചിയുടെ മനസ്സിലപ്പോൾ തോന്നിയത്? പ്രത്യേകമായിട്ടൊന്നും തോന്നിയില്ല. ഇതേയുള്ള സഭയെ നയിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മനസ്സിൽ. അല്ലാതെ പ്രത്യേകമായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും മെത്രാച്ചനായിട്ട് മുമ്പിൽ കണ്ടപ്പോൾ മകനെ ആ സമയത്ത് എന്തായാലും പ്രത്യേകതയായിട്ടൊന്നും തോന്നിയില്ല. എങ്കിലും എന്തെങ്കിലും ദൈവകൃപയാണല്ലോ എന്നോർത്ത് സന്തോഷമുണ്ടായി. ദൈവത്തിന് ആ സമയത്ത് നന്ദി. അതെ, ദൈവത്തിന് സ്തുതി. അമ്മച്ചി, മനുഷ്യജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. അപ്പോൾ അമ്മച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? പാല് വിട്ട് കഴിഞ്ഞപ്പോഴേ തൊണ്ടയ്ക്ക് അങ്ങ് അസുഖമായി, ഒട്ടും ശബ്ദം വരാതെ വന്നു. നാട്ടിൽ വന്ന് 1 വർഷത്തോളം പള്ളിയിലൊന്നും പോകാൻ വയ്യ, സംസാരിക്കാൻ വയ്യാതൊക്കെ ആയിരുന്നു. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടൊക്കെ പ്രാർത്ഥിച്ചു. ദൈവം ഫലം തന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആരാധനയ്ക്കൊന്നും പോയി ശുശ്രൂഷ നടത്താൻ വയ്യാതെ അപ്പം നമ്മുടെ സഭയിൽ നിന്ന് സഭയുടെ ബുക്കിൽ പോയിലാക്കി. അവിടെ 10-15 വർഷത്തോളം ഇരുന്ന് തോന്നുന്നു. ഇടവേ പോകാൻ വയ്യ, ശബ്ദം വരത്തില്ലെന്നൊരു ഭയവും. അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കാലം ചെയ്ത അലക്സാണ്ടർ മാർത്തമാത്ര പരിത്തായും ഇവരുടെ അപ്പത്തിനും കൂടെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ വേണ്ട, ഇടവകയിൽ പോയി പ്രവർത്തിക്കാൻ ദൈവം സുഖം തരും, ഇവിടെ നിന്ന് പോയാൽ മതി, ബുക്കിൽ പോയി ഇനി ഇരുത്തത്തില്ലെന്ന് പറഞ്ഞ സ്ഥലം മാറ്റി കാരയ്ക്കൽ ഇടവകയിലാക്കി. ആ കാരയ്ക്കൽ ഇടവകയിലാണെങ്കിൽ അന്ന് കൊച്ചുമ്മ നമ്മുടെ CM വർഗീസ് അച്ഛൻ വലിയ ഉണർവ് പ്രാസിക്കാനും രോഗാന്തി ശരമുള്ള അച്ഛൻ. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവെ ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു അച്ഛനെ ഇടവകയിലോട്ടെ കുഞ്ഞിനെ അയക്കുന്നത്. യാതൊരു ഗതിയില്ല, ശബ്ദവും ശരിക്കുണ്ടോയെന്ന് അറിയുന്നില്ല. ദൈവം തന്നെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ദൈവം 5-4 വർഷമായ ഇടവകയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ അത്ഭുതകരമായിട്ട് ദൈവം ശബ്ദം കൊടുത്ത് വഴി നടത്തിയെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു.
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാവും. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ എന്നെ താങ്ങി നിർത്തും. ആ ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ വളരെ ആശ്വസിച്ചു, വളരെ സുഖം കിട്ടി. 4 വർഷം അവിടെ ഇരുന്നിട്ട് പിന്നെ അച്ഛനെ കുവൈറ്റിലും വിട്ടു. അവിടെ 3 വർഷമായിരുന്നു. പിന്നെ വന്ന് തുമ്പോണ്, കല്ലൂപ്പാറ, പല ഇടവുകളിലിരുന്ന് യാതൊരു കുഴപ്പമില്ല. ദൈവം അതിശയകരമായിട്ട് നടത്തി. ഇപ്പോൾ പെൻഷനെ പറ്റി ഫ്ലാറ്റിൽ പോയി താമസിക്കുന്നു. അമ്മച്ചി പറഞ്ഞല്ലോ മകന് രോഗാവസ്ഥയിൽ അമ്മച്ചിയുടെ പ്രാർത്ഥന മൂലമാണ്, അനേകരുടെ പ്രാർത്ഥന മൂലമാണ് സൗഖ്യം കിട്ടിയതെന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പോൾ ഇപ്പം പല മനുഷ്യരും ഈ പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് അമ്മച്ചി ഒരു നല്ലൊരു അതിനുള്ള ഒരു വഴിയാണ് പറഞ്ഞത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും ദൈവം പ്രശ്നത്തിന് മതിയായവനാണ്, രോഗസൗഖ്യദായകനാണെന്നുള്ള മനസ്സിലാക്കിയൊരു ജീവിതത്തിലൂടെ മനസ്സിലാക്കിയതാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം. 36 വയസ്സുള്ളപ്പോൾ കഴുത്തിലൊരു ഗ്ലാൻഡ് വന്ന് ഓപ്പറേഷൻ ചെയ്ത് വലിയ കൊണ്ടുപോയി 6 മാസം എൻ്റെ ചികിത്സയിലിരുന്നു. സാധാരണ ഉള്ള എല്ലാവരും പറഞ്ഞ് ക്യാൻസർ രോഗസൗഖ്യമാക്കിയിരുന്നു. പക്ഷെ എന്നാലും ദൈവം എനിക്ക് അതിശയമായിട്ട് സൗഖ്യം തന്നു. അന്ന് ഇടവകയിൽ ഉണ്ട്, കവിയൊരിടവകയിലായിരുന്നു. 3 മാസം വള്ളങ്ങൾ ആശുപത്രി ആദ്യം ചികിത്സിച്ചു. അപ്പം കഴുത്തിൻ്റെ ഗ്ലാൻഡ് ഇങ്ങനെ കൂടിക്കൂട്ടാൻ TV ഗ്ലാൻഡായിരുന്നു പറഞ്ഞു. പിന്നെ അത് വെല്ലുകൊണ്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു. 3 മാസം കഴിഞ്ഞ് അത് കരിഞ്ഞത്. അപ്പോൾ പലരും പറഞ്ഞു ക്യാൻസറാണ് കാര്യത്തിൽ. എന്നാലും ഞാൻ ധൈര്യമായിട്ട് പറയുമായിരുന്നു. 4 ദിവസം കവറിലിരുന്ന് ലാസ്റ്റിനെ ഒപ്പിച്ച കർത്താവ് ഇന്ന് ജീവിക്കുന്നു. ആ കർത്താവിന് എനിക്ക് സുഖം തരാൻ കഴിയും, ഇല്ലെങ്കിൽ എനിക്ക് അതിലൊരു നിരാശയില്ലെന്നൊക്കെ ഞാൻ അവരോട് ധൈര്യമായിട്ട് പറയുമായിരുന്നു. ഏതായാലും ദൈവം അതിശയമായിട്ട് എനിക്ക് സുഖം തന്നു. ഞാൻ എൻ്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം തരുത്തുന്നുള്ള വാക്യം എനിക്ക് കിട്ടിയെന്ന്. ദൈവം എനിക്ക് അതിശയമായിട്ട് സുഖം തന്നു. അനേകരൊന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ചു. ഇന്ന് വരെയും പിന്നെ അതേപ്പറ്റി ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോഴും അതിൻ്റെ പ്രയാസം പിന്നീട് ഒന്നും ഉണ്ടായിട്ട്. ഇളയ മോന് 3 വയസ്സേ ഉള്ളായിരുന്നു, മൂത്ത മോന് 15 വയസ്സ്. പക്ഷേ ഈ പ്രയാസം എല്ലാം വന്നപ്പോൾ ഞാൻ കർത്താവ് സന്നിധിയിൽ വളരെ അത് ഇന്നത്തെ പോലെ ഇഞ്ചക്ഷൻ 2 കുത്തി 6 മാസം ഇല്ലേ, 3 മാസം മുഴുവൻ ഇഞ്ചക്ഷനാകും. തിരിഞ്ഞും പിരിഞ്ഞും കിടക്കാൻ വയ്യാത്ത വേദന. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഈ കുഞ്ഞുങ്ങളൊന്ന് പ്രാപ്തിയായ എന്നെ എടുക്കാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് ഇപ്പം ഇളയ കുഞ്ഞ് 57 വയസ്സുണ്ട്, മൂത്ത സാമസ 69 വയസ്സുണ്ട്. ഇവര് യാതൊരു പ്രശ്നവും എനിക്കതേപ്പറ്റി ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങളെല്ലാം അതിശയകരമായിട്ട് വളർത്തി, കുഞ്ഞുങ്ങളെല്ലാവരും പഠിച്ചു, ജോലിയായി, കല്യാണം കഴിച്ചു. അവിടെ കുഞ്ഞുങ്ങളെല്ലാം കണ്ട് സന്തോഷിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ദൈവം എനിക്ക് അതിശയമായിട്ട് അനേക സന്ദർഭങ്ങളിങ്ങനെ എനിക്ക് ദൈവം ധൈര്യം തന്ന് വഴി നടത്തിയിട്ടുണ്ട്. അമ്മച്ചിക്ക് കൊളസ്ട്രോളിനോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ അമ്മച്ചിക്ക് അതിന് പ്രത്യേക എന്തെങ്കിലും ആഹാരക്രമത്തെ ചിട്ടയോ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എണ്ണപ്പലഹാരവും അതൊക്കെ ഒഴിവാക്കും. ഇറച്ചി മീൻ ഉപയോഗിക്കും. അതെ, ഇറച്ചി കൂട്ടാതിരിക്കുന്നതല്ല. കൂടുതലും അമ്മച്ചിക്ക് പച്ചക്കറിയോടാണോ? പച്ചക്കറിയാ സാധാരണ. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും മക്കൾ പറയണ്ട അമ്മച്ചി മുരിങ്ങയിലത്തോരൻ വളരെ അത് എങ്ങനെയാ അമ്മച്ചി ആ മുരിങ്ങയിലത്തോരൻ എങ്ങനെയാ അത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് അതൊന്ന് പറഞ്ഞു തരാണ് ഞങ്ങളുടെ. എന്നാലും ഓർത്തെടുക്കാൻ എങ്ങനെയാ മുരിങ്ങയിലൊക്കെ ഇട്ട് അടത്തി പറക്കി എടുത്ത് കരി വെച്ചിട്ട് അടത്തി പറക്കി എടുത്തിട്ട് പിന്നെ തേങ്ങായ ചുവന്നുള്ളിയും പച്ചമുളകെല്ലാം കഴിഞ്ഞിട്ട് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് മുരിങ്ങയില അതിലിട്ട് ഇട്ടിട്ട് പിന്നെ തേങ്ങയും എല്ലാം കൂടെ അതിനകത്തിട്ട് ഇളക്കി. ഈ ചിലപ്പോൾ ഞാനൊക്കെ മുരിങ്ങയില തോരൻ ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കും. അതെന്താന്ന് അതിനെന്തെങ്കിലും കഴിക്കാതെ അങ്ങനെ അതിന് പ്രത്യേകിച്ച് മുരിങ്ങയില എടുത്തിട്ട് തേങ്ങ വെച്ചിട്ട് കൂടുതലുണ്ട് അത്രയും കഴിക്കത്തില്ല. അതിന്റെ മുരിങ്ങയില എടുക്കുന്ന ഓരോ ഇലയായിട്ട് എടുക്കണം, എടുക്കരുത്. അത് നല്ലൊരു ഇതാ ഇലയായിട്ട് എടുത്താൽ ഇലയായിട്ട് എടുക്കാം, ഇല മാത്രം എടുക്കാം. പിന്നെ അമ്മച്ചി പ്രത്യേക പലഹാരങ്ങളൊക്കെ ഇപ്പോഴല്ലേ കുഞ്ഞ് വലിയ പ്രത്യേക പലഹാരം. പണ്ടെല്ലാം പഴയ പലഹാരമേ ഉള്ളൂ. അച്ചപ്പം മാവുണ്ടാകും, വെള്ളപ്പം അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ പഴയ. അപ്പൊ അമ്മച്ചിയുടെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു പേരിയും അച്ചപ്പവും. എന്നുവെച്ചാൽ ഉപ്പേരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ആയിട്ടിരിക്കുന്നതിൻ്റെ എന്താ അതിൻ്റെ പ്രത്യേക ഉപ്പ് ചേർക്കുന്നത് കൊണ്ടാണോ അങ്ങനെ? നല്ലപോലെ വെളിച്ചെണ്ണ തിളച്ച് ചെയ്തിടാവും. അതിന് പ്രത്യേക ടിപ്സ് വല്ലതും ഉണ്ടോ? പ്രത്യേകത വല്ലതും ഉണ്ടോ? പ്രത്യേകം ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. നല്ല വെളിച്ചെണ്ണ ഉപ്പ് ചേർക്കുന്നതിൽ അത്
ഞങ്ങൾ ഇത് സാധനം ഇടുമ്പോഴേ ഉപ്പ് ഒഴിക്കും. ആ, ചിലരാണെങ്കിൽ വാങ്ങി വെച്ച് കളിക്കുന്നു അതിലെ കഴിക്കാം. ഇത് നമ്മൾ വെളിച്ചെണ്ണ നല്ല വെട്ടി തിളക്കുമ്പോൾ ഈ സാധനം കൊണ്ട് ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇടും. അപ്പം അത് പിടിക്കും. പിന്നെ മൂക്കുമ്പോൾ കോരി വെക്കും. അങ്ങനെയുള്ളൂ. പഴയ അമ്മച്ചിമാരൊക്കെ വെക്കുന്ന മീൻകറി വളരെ നല്ല ടേസ്റ്റിയാന്ന് പറയുന്നത്. അത് എന്നാ ഞങ്ങൾ ഒക്കെ അതിനെന്തെങ്കിലും പ്രത്യേകത ചേർക്കുന്നതിൽ പറയാൻ അരപ്പൊക്കെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി മീൻകറിക്കകത്ത് ചേർത്ത് പുളിയൊക്കെ തോട്ടുള്ളിയൊക്കെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ പരുവത്തിനിട്ട് അത് ശരിക്കും ഉപ്പ് ഇട്ട് വെച്ചാലിരിക്കും. ഒരു കുഴപ്പമില്ല. അന്നൊക്കെ അങ്ങനെ 4-5 ദിവസം മീൻ വേവിച്ചായിരിക്കും. ഇപ്പം ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ ഒക്കെയല്ല. അതൊരു കാര്യമുണ്ട്. ഇപ്പോഴെല്ലാം ഈ ടെറസല്ലേ. അന്ന് ഓടോ ഓലയൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ഇരുന്നാൽ ഒരു കല്യാണങ്ങൾക്കൊക്കെ മീൻ വേവിച്ചാൽ എത്ര ദിവസമായിരിക്കുന്നത്. ഒക്കെ വെറുതെ അല്ലേ വേവിക്കുന്നത്. അമ്മച്ചി അതുപോലെ തിരുമേനിക്ക് എന്തെങ്കിലും ഭക്ഷണകാര്യത്തിൽ പ്രത്യേക ചിട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമോ അങ്ങനെ? ഇറച്ചിയൊന്നും കൂട്ടത്തില്ല. പിന്നെ മെയിനാണെങ്കിൽ സ്വല്പമൊക്കെ ഓരോരോ പീസൊക്കെ കൂട്ടും. ഒന്നും ഭക്ഷണമൊക്കെ വളരെ ക്രമീകരിച്ചാണ് കഴിക്കുന്നത്. പലയിടത്ത് പോകുന്നില്ല, പലയിടത്ത് ആകുമ്പോൾ പ്രയാസമാണെന്ന് പറഞ്ഞു. അമ്മയുടെ ആ ചിട്ടയും ആഹാരത്തിലുള്ള അല്ലേ, അതും തിരുമേനിയും പാലിച്ചാണ് പോകുന്നത്. ഇപ്പോഴും അമ്മ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊക്കെ ആ നിഷ്ഠ ഇപ്പോഴും പാലിക്കുന്നുണ്ട്. രാവിലെ വൈകിട്ടും പാട്ട് പാടി വേദസ്തുപായിട്ട് പ്രാർത്ഥിക്കും. ആരെങ്കിലും മാറി മാറി പ്രാർത്ഥിക്കും. അമ്മച്ചിയെ സ്പർശിച്ച ഏതെങ്കിലും വാക്യം ഈ സമയത്ത് ഓർക്കുന്നുണ്ടോ? ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, യഹോവയുടെ ആലയത്തിൽ എന്നേക്കും വസിക്കേണ്ടത്. ഒരു വാക്യം കൂടെ. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തേച്ചു ശ്വാസം കാത്തു നീതിയുടെ കരുട എനിക്കായി വെച്ചു. അമ്മച്ചിയുടെ മകളോട് ചോദിച്ചപ്പം പറഞ്ഞു, ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങൾ കിടക്കാൻ നേരത്ത് 91 സങ്കീർത്തനം വായിച്ച് ഞങ്ങളെ കേൾപ്പിക്കുക, അത് കേട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 91 സങ്കീർത്തനം ഇപ്പോഴും അമ്മച്ചി ഓർക്കുന്ന കീർത്തനം. എനിക്ക് കാണാതറിയാം. അതൊക്കെ ഞാൻ കിടക്കായി കിടന്നുകൊണ്ട് കാണാതെ അറിയാവുന്ന സങ്കീർത്തനങ്ങളെല്ലാം ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തും. എൻ്റെ കിടക്കായി കിടന്നുകൊണ്ട് ഇപ്പോഴാണ് അറിയാവുന്ന സങ്കീർത്തനങ്ങൾ മുഴുവൻ ചൊല്ലും. തന്നെ അറിയാവുന്ന പാട്ടുകളെല്ലാം പാടും. പിന്നെ എല്ലാവർക്കും ഓർക്കുന്ന എല്ലാവർക്കും വേണ്ടി മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇരുന്നിട്ടുള്ള ഇടവക്കാർക്കും അറിയാവുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് എൻ്റെ ഇപ്പോഴും എനിക്ക് ആ ഒരു ചിന്തയുള്ളൂ. അല്ലാതെ മറ്റ് ഒരു ചിന്തയും ഞാൻ ഓർക്കാൻ പോയില്ല. കിടപ്പിലെല്ലാം. അമ്മച്ചി പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒത്തിരി അനുഗ്രഹം പ്രാപിച്ച ഒരാളാണ്. പ്രത്യേകിച്ച് മകന് രോഗസൗഖ്യം കിട്ടി. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട 5 മക്കളുടെ ദൈവം ഭാഗ്യം നൽകി, അവരുടെ തലമുറയെ കാണുവാനുള്ള ഭാഗ്യം നൽകി. അങ്ങനെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവിനെയാണ് ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ അമ്മച്ചി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, ഈ തലമുറയിൽ നോക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്കാരും വലിയ പ്രാധാന്യം നൽകുന്നില്ല. കാരണം രാവിലെ പ്രാർത്ഥിക്കണമെന്നും വൈകിട്ട് കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കണമെന്നും അങ്ങനെയുള്ളൊരു ചിട്ടയായ രീതി ആരും പാലിക്കുന്നതായിട്ട് കാണുന്നില്ല. പാലിക്കുന്നവരുണ്ടായിരിക്കാം, എങ്കിലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ കാണുന്നത്. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെ അനുഗ്രഹം അനുഭവിച്ചതാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ പുതിയ തലമുറയോട് അമ്മച്ചിക്ക് എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്? പുതിയ തലമുറ ഇപ്പോൾ മിക്കവാറും TV-യുടെയും കമ്പ്യൂട്ടറിൻ്റെയും മുമ്പിൽ ഒരു സമയം കലരുക, ദൈവത്തോട് കൂടുതൽ അടുക്കണം എന്നുള്ളൊരു ചിന്തയില്ലെന്ന് മിക്കവാറും കാണുന്നവർക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, ഏത് ജോലിയിൽ കൂടെ ആയാലും ഏത് സമയത്തും കർത്താവിന് സാക്ഷികളായി ജീവിക്കണം എന്നുള്ളൊരു താല്പര്യം ഞങ്ങൾ കുഞ്ഞൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അതാണ് എൻ്റെ ആഗ്രഹം. ഏത് ജോലിയിൽ കൂടെ ആയാലും കൊള്ളാം. ഇന്ന ജോലിയാകാവുന്നില്ല. ഏത് ജോലിയിൽ കൂടെ ആയാലും സമയത്തിൻ്റെ 10 ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ അല്ലെ കർത്താവിനെ സന്തോഷിപ്പിക്കാം, കർത്താവിന് സാക്ഷികളായി ജീവിക്കാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഉപദേശിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചു മക്കളെയല്ല, അതുപോലെ മറ്റുള്ളവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറ കർത്താവിനെ കൂടുതൽ അറിയാനുള്ള കൃപ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം അമ്മച്ചി ചെലവഴിച്ചതിന് ഞങ്ങളുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇനി ഞങ്ങളുടെയും പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. എനിക്കും നിങ്ങൾ വന്ന് ഇത്രയും സമയം എൻ്റെ കൂടെ ചെലവഴിച്ച് എനിക്കും വളരെ സന്തോഷമായി. നിങ്ങളും ഇനി മേലെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. തീർച്ചയായും നിങ്ങളുടെ സംരംഭത്തെ ഓർത്ത് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കും. അനുഗ്രഹമായിട്ട് ദൈവം നടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കട്ടെ. അമ്മ എന്നത് വീടിൻ്റെ പ്രകാശമാണ്, പ്രകൃതിയാണ്, അന്നദാതാവാണ്, ജീവൻ്റെ ഉത്ഭവമാണ് എന്നീ വാക്കുകൾ അർത്ഥവത്താകുന്നത് ഇങ്ങനെയുള്ള അമ്മമാർ നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ അമ്മയിൽ കണ്ട അചഞ്ചലമായ ദൈവവിശ്വാസം,
പ്രാർത്ഥന, നിശ്ചയദാർഢ്യം, അതിലുപരി സ്നേഹം, ഇതാണ് ഈ അമ്മയുടെ ജീവിത വിജയത്തിൻ്റെ ശക്തി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: അമ്മ എന്നത് ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല, അതൊരു സത്യമാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അമ്മയുമായി വരും വരേക്കും നന്ദി.